നിങ്ങൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബോൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഈ കൈ ഇങ്ങനെ മടങ്ങാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഈ സൈഡ് ആ പലീന അങ്ങ് സെൻറ്ററിലാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ. അധ്യാപകർ പറയുന്നത് കേട്ട് ശ്രദ്ധയോടെ കുട്ടിത്താരങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അടുത്ത കളത്തിലേക്ക് ഇറങ്ങേണ്ടത് അവരാണ്. ഇവരെല്ലാം എത്തിയിരിക്കുന്നത് നമുക്കത്ര പരിചിതമല്ലാത്ത ഒരു കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. ബോച്ച എന്നാണ് ഈ കായിക ഇനത്തിൻ്റെ പേര്. പേര് പറഞ്ഞാൽ നമുക്കത്ര പരിചയമുള്ളൊരു കായിക മത്സരമല്ല, പക്ഷെ ആൾ ഇൻ്റർനാഷണൽ ആണ്. വേർതിരിവുകൾ ഏതുമില്ലാതെ എല്ലാവരും ഒരുമിച്ചാണ് ഈ കളി കളിക്കാൻ ഇറങ്ങുന്നത്. ആദ്യമായിട്ടാണ് ഈ മത്സരം നമ്മുടെ കായികമേളയിൽ ഒരു ഇനമായിട്ട് എത്തുന്നത്. ഇൻക്ലൂസീവ് സ്പോർട്സിൽ പെൺകുട്ടികൾക്കായിട്ടാണ് ബോച്ച എന്നറിയപ്പെടുന്ന ബോക്സ് ബോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യാതൊരുവിധ വേർതിരിവുകളുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന കായിക ഇനം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 1753 റാഫേൽ ബിസ്റ്റേക്ക് എഴുതിയ ജിയാക്കോ ഡെല്ലെ ബോച്ചി എന്ന പുസ്തകത്തിലാണ് ബോച്ച എന്ന കായിക വിനോദത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ് ഈ കളിക്ക് ബോച്ച എന്ന പേര് കിട്ടിയത്. 5000 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ ഇതിൻ്റെ ആദ്യമ രൂപം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ സവിശേഷ പരിമിതരായ കുട്ടികൾക്ക് നിരവധി സാധ്യതകളും അവസരങ്ങളുമാണ് ഈ കായിക ഇനം തുറന്നു നൽകുന്നത്. ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സ്കൂൾ ഒളിമ്പിക്സിൽ ഇത്തവണ ഈ മത്സരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രില്ലീനോ എന്ന ചെറിയ പന്തിലേക്ക് വലിയ ബോളുകൾ ഉരുട്ടുകയോ എറിയുകയോ ചെയ്യുന്നതാണ് ഈ കളിയുടെ അടിസ്ഥാനം. ലളിതവും രസകരവുമായ ഈ കളി കുട്ടികളുടെ സന്തോഷവും മാനസികോല്ലാസവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആദ്യം പാടായിരുന്നു, പിന്നെ സിമ്പിളായിരുന്നു. നല്ല സന്തോഷം തോന്നി. പാരാലിമ്പിക്സ് കായികമേളയിൽ ഉൾപ്പെടെ പ്രാധാന്യമുള്ള ഒരു അന്താരാഷ്ട്ര മത്സരീനം കൂടിയായ ബോക്സ് ബോളിനെ കേരളത്തിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ സവിശേഷ പരിമിതരായ കായിക താരങ്ങൾക്ക് ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ മത്സരിക്കാനുള്ള ഒരു അടിത്തറ കൂടിയാണ് ഒരുങ്ങുന്നത്. ഉൾച്ചേർക്കലിന്റെ മനോഹരമായ ഒരു സന്ദേശം കൂടിയാണ് ബോച്ച എന്ന ബോക്സ് ബോൾ കായിക ലോകത്തിന് നൽകുന്നത്. തിരുവനന്തപുരത്ത് കായികമേള നടക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ പ്രകാശിനൊപ്പം നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.